ഹായ് ഗൈസ്, എനിക്ക് വീഡിയോ എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന റോഡിലുള്ളൊരു പാറയാണ്, ഇഞ്ചിപ്പാറ എന്ന് പറയുക ഇതിന്. ഇത് മുള്ളരിങ്ങോട് റോഡിലേക്കുള്ള വഴിയിലുള്ള ഒരു പാറയാണ്, വലിയ പാറയാണ്. നമ്മൾ സായാഹ്ന വേളയിൽ ഇവിടെ വന്നിരിക്കും. കാരണം നല്ല രസം, അടിപൊളിയാണ്. ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പിക്ചർ. ഏത് പഞ്ചായത്തിലാണ് വരുന്നത്? ഇത് കവളങ്ങാട് പഞ്ചായത്ത് എന്ന് പറയും. മൂന്നാർ റോഡിൽ നിന്ന് റൈറ്റ്, മറ്റേ മുള്ളരിങ്ങോട് റോഡ്. ഫോറസ്റ്റാണ്, ഇത് ഫുള്ള് ഫോറസ്റ്റാണ്. കോതമംഗലം നേര്യമംഗലത്തിൻ്റെ അടുത്തേക്കാണ്. നേര്യമംഗലം എത്തണ്ട, നേര്യമംഗലം എത്തുന്നതിന് മുന്നേ ഇത് മുള്ളരിങ്ങാട് റോഡ് പറയും. ഇത് ഫോറസ്റ്റാണ്, ഇത് ഫുള്ള് ഫോറസ്റ്റാണ്. അങ്ങോട്ടേക്ക് ആനക്കാടാണ്. ഇവിടെ ആനയൊക്കെ രാത്രിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണത്. ആനക്കാടാണ് ഇഞ്ചിപ്പാറ എന്ന് പറയും. ഇത് മുമ്പ് ഇഞ്ചി ഉണക്കാനിടുന്ന പാറയാണ്. ഇത് ഫുള്ള് ഇഞ്ചി ആയിരിക്കും ഇവിടെ. ഇതിലാണ് ഇഞ്ചി ഉണക്കി ചുക്കാക്കി അങ്ങനെ കൊണ്ടുപോകുന്നത്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി. ഇത് ഇങ്ങനെയൊന്നല്ല, ഇതിപ്പം തീയിട്ട് കരിച്ചുകൊണ്ടാണ്. ഇതുപോലെ നല്ല നാളെ ഇഷ്ടംപോലെ മരങ്ങൾ, നല്ല രസമാണ് മേലപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. ഇപ്പോൾ തീയിട്ട് ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയി, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ അത് കിളിർത്ത് വരുന്നുണ്ട് ഇപ്പോൾ അതേ മരങ്ങളിൽ. ഈ മൂന്നാർ പോകുന്നവർക്കെല്ലാം ഇവിടുന്ന് 2 മണിക്കൂർ മൂന്നാറേക്ക് ദൂരമേ ഉള്ളൂ. അത് വരുന്നവർക്ക് ഇവിടെ വരിക. വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളാണ്. ഇവിടുന്ന് തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ കോട്ടപ്പാറ വ്യൂ പോയിന്റ്, പിന്നെ ആന ചാടിക്കുത്ത്, തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടം, അങ്ങനെ 2 വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഇവിടെ അടുത്ത് തന്നെ. നല്ല രസം, എൻജോയ് ചെയ്യാൻ ബെസ്റ്റ് സ്ഥലമാണ് ഇത്. വരുന്നവരുത് ഈ റൂട്ടിലേക്ക് വരിക. അതായത് കോതമംഗലത്ത് നിന്ന് നേര്യമംഗലം പോകുന്നിട്ട് തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തലക്കോട് ഇറങ്ങിയിട്ട് അവിടെ മുള്ളരിങ്ങാട് കവലയിൽ റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് നേരെ വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നല്ല അങ്ങോട്ട് പോയ ഫുള്ള് കാടാണ്. നമ്മൾ ഈ വൈകുന്നേരം ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല ഇതാണ്. അപ്പോൾ വൈദ്യുതി വേലിയെല്ലാം ഉണ്ട്. ഇപ്പോൾ ആന വരുന്നുണ്ട്, ആനശല്യം നല്ലോണം ഉണ്ട്. ആനയുണ്ട്, ആന ഇറങ്ങുന്നുണ്ട്. രാത്രി വരുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രി ഒരു ടൈം കഴിഞ്ഞാൽ വണ്ടി വരാറില്ല അല്ലേ? ഒരു 10 മണിക്ക് ശേഷം ഇപ്പോൾ ശ്രദ്ധിക്കും, അത്രേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഈ എർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ആന അധികം വരുന്നില്ല. എല്ലാം ഇതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങുന്നില്ല. മുമ്പെല്ലാം റോട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ അങ്ങനെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ല ആനനെ കൊണ്ട്. ബസ് റൂട്ടാണ്, ഒരു ബസ്സുണ്ട്. ബസ് ഇറക്കിയിട്ടൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ വരുന്നവർ ഇത് എന്തായാലും ഇങ്ങോട്ട് വരിക. അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാം, കണ്ടു പോവാം. എന്നിട്ട് വേണമെങ്കിൽ മൂന്നാറേക്ക് ഇവിടെ നിന്ന് അടുത്താണ്, മൂന്നാറേക്കും പോവാം. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു 2 കിലോമീറ്റർ മൊത്തം ഫോറസ്റ്റാണ്, 2-3 കിലോമീറ്റർ. അപ്പോൾ അടിപൊളി സ്ഥലങ്ങൾ. അതിമനോഹരമായ പ്രദേശം. പുറകിൽ ആനയുണ്ടോ എന്തോ. ഇങ്ങനെ കരിച്ചതേക്കും. അപ്പോൾ ആദ്യം ഭക്ഷണം ഇടുക.